ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും 10ാം ക്ലാസ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ രസകരവും പരീക്ഷയ്ക്ക് എളുപ്പം മാർക്ക് നേടിത്തരുന്നതുമായ വൃത്തങ്ങളും കോണുകളും എന്ന 2ാം അധ്യായത്തിലെ ഭാഗങ്ങളാണ്. ഒരു വൃത്തത്തിലെ ചാപവും കോണുകളും തമ്മിൽ എന്താണ് ബന്ധം? വളരെ എളുപ്പത്തിൽ രസകരമായി നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ന് നമ്മൾ ചാപവും കോണുകളും തമ്മിലുള്ള 5 സാഹചര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? നോക്കൂ, ഒരു വളയത്തിന്റെ 1/3 ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ ഒരു വളയമുണ്ട്. ഈ വളയത്തിന്റെ 1/3 ഭാഗം എനിക്ക് വേണം. അത് എങ്ങനെ കിട്ടും? അത് കിട്ടാനുള്ള ഒരു മാർഗം നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം ഈ വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടുപിടിക്കുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആദ്യം നോക്കാം. വൃത്തകേന്ദ്രം കണ്ടുപിടിച്ച് നമുക്ക് വളയത്തിന്റെ 1/3 ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ് ആദ്യത്തെ പ്രവർത്തനത്തിൽ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യാം? 4 ബിന്ദുക്കൾ അല്ലെങ്കിൽ 3 ബിന്ദുക്കളായാലും മതി. നമ്മളിവിടെ 3 ബിന്ദുക്കൾ മാർക്ക് ചെയ്യുന്നു. എ ബി സി എന്ന 3 ബിന്ദുക്കൾ വൃത്തത്തിൽ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തതായി എന്ത് ചെയ്യും? എ ബി എന്ന രേഖ അല്ലെങ്കിൽ വര വരയ്ക്കുന്നു. അടുത്തതായി ബി സി വരയ്ക്കുന്നു. ഓക്കെ, ഇനി എ ബിക്ക് ഒരു ലംബ സമഭാജി വരയ്ക്കുക. അപ്പോൾ എ ബിയുടെ ലംബ സമഭാജി നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ സമഭാജി എങ്ങനെയാണ് നമ്മൾ വരച്ചത്? ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എ ബിയുടെ നീളത്തിന്റെ പകുതിയേക്കാൾ കൂടുതൽ എടുക്കുക. എന്നിട്ട് എയിൽ കുത്തി ഒരു ചാപം വരയ്ക്കുന്നു. മുകളിലും താഴെയും ഓരോ ചാപങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഭാഗത്തും ചാപം കിട്ടും. ഇനി എന്ത് ചെയ്യണം? ബിയിൽ കുത്തി അതേ നീളത്തിൽ ഇപ്പോൾ വരച്ച ചാപങ്ങളെ ഖണ്ഡിക്കുക. അപ്പോൾ ഖണ്ഡിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളെ കിട്ടും. ആ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ കിട്ടുന്നതാണ് ഈ ലംബ സമഭാജി. ക്ലിയർ ആണല്ലോ? ഇതേപോലെ നമ്മൾ ബി സിയുടെ ലംബ സമഭാജി വരയ്ക്കുക. ബി സിയുടെ ലംബ സമഭാജി വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഈ ലൈൻ കിട്ടും. ഇനി എന്ത് ചെയ്യണം? രണ്ടിന്റെയും കൂട്ടിമുട്ടുന്ന ബിന്ദു ഉണ്ടല്ലോ, അത് നമ്മുടെ വൃത്തകേന്ദ്രം O ആയിരിക്കും. അപ്പൊ നമ്മൾ വൃത്തകേന്ദ്രം O കണ്ടുപിടിച്ചു ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വളയം, അതിന്റെ വൃത്തകേന്ദ്രം O നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് 1/3 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം ഓർക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. വൃത്തത്തിന്റെ കേന്ദ്രം, അതിന് ചുറ്റുമുള്ള കോണിന്റെ ആകെ അളവ് എത്രയായിരിക്കും? ഒന്ന് ഓർത്തു നോക്കൂ. ഇതാ, ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ആകെ കോണളവ് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് വൃത്തത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം വേണമെന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയുടെ മൂന്നിലൊന്ന് എടുത്താൽ മതിയല്ലോ. 360 ഡിഗ്രിയുടെ മൂന്നിലൊന്ന് എത്രയാണ്? 360 ഇൻറ്റു 1/3 120 ഡിഗ്രി. അപ്പോൾ നമ്മൾ വൃത്തകേന്ദ്രത്തിൽ 120 ഡിഗ്രിയുള്ള ഒരു കോൺ വരയ്ക്കുന്നു. ആ കോണ് വൃത്തത്തിൽ എവിടെയൊക്കെയാണ് കൂട്ടിമുട്ടുന്നത് എന്ന് നോക്കുന്നു. ആ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് ഒരു ചാപം കിട്ടും. ആ ചാപത്തിന്റെ അളവ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ 1/3 അപ്പോൾ ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ നമ്മുടെ വൃത്തകേന്ദ്രവുമായി യോജിപ്പിക്കുന്ന കോണിനെയാണല്ലോ നമുക്ക് കേന്ദ്രകോൺ എന്ന് പറയുന്നത്. അതായത് വൃത്തത്തിലെ ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് ആ ചാപത്തിന്റെ കേന്ദ്രകോൺ. ഇനി നമുക്ക് 1/3 ഭാഗം കിട്ടണമെങ്കിൽ ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയായിരിക്കണം? ചാപത്തിന്റെ കേന്ദ്രകോൺ 360 ഇൻറ്റു 1/3 അതായത് 120 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമുക്ക് O എന്ന് പറയുന്ന ബിന്ദുവിൽ ഒരു 120 ഡിഗ്രി കോൺ വരച്ചാൽ മതി. അതെങ്ങനെ വരയ്ക്കാം? അതിനുവേണ്ടി ആദ്യം നമ്മൾ A എന്ന് പറയുന്ന ഒരു ബിന്ദു എവിടെ മാർക്ക് ചെയ്തു? വൃത്തത്തിൽ മാർക്ക് ചെയ്തു. ഓക്കെ. അതിനുശേഷം എയും ഒയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് AO എന്ന് പറയുന്ന ആരം വരച്ചു. ഇനി നമുക്ക് എളുപ്പമല്ലേ? ഇനി AO വശമായി O എന്ന ബിന്ദുവിൽ 120 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ നമുക്ക് കോൺ AOB കിട്ടും. ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് നമ്മുടെ വൃത്തത്തിന്റെ 1/3 ഭാഗം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു വളയത്തിന്റെ 1/3 കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ വൃത്തകേന്ദ്രം കണ്ടുപിടിക്കുന്നു. വൃത്തകേന്ദ്രത്തിൽ നമ്മൾ 120 ഡിഗ്രിയുടെ ഒരു കോണ് വരയ്ക്കുന്നു. അപ്പോൾ ആ കോണ് പ്രതിനിധാനം ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ 1/3 ഭാഗം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതേ പ്രവർത്തനം 1/3 ഭാഗത്തിന് പകരം 1/5 ഭാഗം കണ്ടുപിടിക്കണമെങ്കിലോ? അപ്പോൾ ചോദ്യം ഒന്ന് നോക്കൂ. ഒരു വളയത്തിന്റെ 1/5 ഭാഗം എങ്ങനെ മുറിച്ചെടുക്കാം? അത് എങ്ങനെയായിരിക്കുമെന്ന് കൂട്ടുകാരൊന്ന് പറയൂ. ആദ്യം നമ്മൾ ഒരു വളയം എടുക്കുന്നു. അതിന്റെ കേന്ദ്രബിന്ദു O മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം വൃത്തത്തിൽ A എന്ന് പറയുന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്ത് AO എന്ന് പറയുന്ന ഒരു ആരം വരയ്ക്കുന്നു. ഓക്കെ, വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് 1/5 ഭാഗമാണ്. 1/5 ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? 360 ഡിഗ്രിയുടെ 1/5 ഭാഗം വേണം. അതെന്ന് പറഞ്ഞാൽ 72 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് AO വശമായി Oയിൽ എന്ത് ചെയ്യാ? ഒരു 72 ഡിഗ്രി കോൺ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം അല്ലെങ്കിൽ കോൺ AOA പ്രൈം, ആ ഭാഗം കാണിക്കുന്ന വൃത്തത്തിന്റെ ഭാഗമായിരിക്കും നമ്മുടെ 1/5 ഭാഗം. അപ്പോൾ ഇത് വൃത്തത്തിന്റെ 1/5 ഭാഗമാണ്. A മുതൽ A പ്രൈം A ഡാഷ് വരെ ഉള്ളത്
എന്തായിരിക്കും? 1/5 ഭാഗമായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത്? ആ നിഗമനം ഒന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ നിഗമനം. 1/x ഭാഗം വരുന്ന ചാപം ലഭിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ 360 ഇൻറ്റു 1/x ഡിഗ്രി കോൺ വരച്ചാൽ മതി. ഇത് ഓർത്തു വെക്കുക. ഇത് നമുക്ക് ആവശ്യം വരും. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ വൃത്തകേന്ദ്രം കണ്ടുപിടിച്ച് വളയത്തെ എങ്ങനെ ഭാഗിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു വളയം തന്നാൽ ആദ്യം നമുക്ക് വൃത്തകേന്ദ്രം കണ്ടുപിടിക്കണമല്ലോ. ആ വൃത്തകേന്ദ്രം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? കുറച്ച് സമയം വേണം. ആ സമയം ലാഭിക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് ഇനിയുള്ള പ്രവർത്തനം. അപ്പോൾ ഈ പ്രവർത്തനം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ നിഗമനം എന്താണ്? 1/x ഭാഗം വരുന്ന ചാപം ലഭിക്കാൻ കേന്ദ്രത്തിൽ 360 ഇൻറ്റു 1/x ഡിഗ്രി കോൺ വരച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ നമുക്ക് 1/3 ആണ് വേണ്ടെങ്കിൽ 360 ഇൻറ്റു 1/3, അത് നമുക്ക് 120 കിട്ടി. ഇനി 1/5 ഭാഗമാണ് വേണ്ടെങ്കിൽ 360 ഇൻറ്റു 1/5, അത് 72 ഡിഗ്രി കിട്ടി. അപ്പോൾ കേന്ദ്രകോൺ 72 ഡിഗ്രി. ഇനി 1/4 ഭാഗമാണ് വേണ്ടതെങ്കിൽ 360 ഇൻറ്റു 1/4, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ കേന്ദ്രകോണ് 90 ഡിഗ്രി വരച്ചാൽ നമുക്ക് വൃത്തത്തിന്റെ 1/4 ഭാഗം കിട്ടും. ഇനി അടുത്ത പ്രവർത്തനം, വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാതെ നമുക്ക് വൃത്തത്തിന്റെ ഒരു ഭാഗം എങ്ങനെ മുറിച്ചെടുക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ വേണ്ടി 5 സാഹചര്യങ്ങൾ എടുക്കുന്നുണ്ട്. ആ ഓരോ സാഹചര്യങ്ങളും ഏതാണ് എന്ന് നമ്മൾ അത് വരുമ്പോൾ പറയാം. ഓക്കെ. അപ്പൊ നമുക്ക് പ്രവർത്തനം 2 ആരംഭിക്കാം. ഈ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേന്ദ്രം അടയാളപ്പെടുത്താതെ നേരിട്ട് 1/3 ഭാഗം നീളമുള്ള ചാപം അടയാളപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അത് കഴിയുമെന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, കഴിയും. അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചോദ്യത്തിനെ നമുക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. അതായത് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നമ്മൾ 2 വര വരയ്ക്കുക. അപ്പോൾ പി എന്ന ബിന്ദു, അവിടെ നമ്മൾ എന്തു ചെയ്തു? 2 വര വരച്ചു. പി എ എന്ന് പറയുന്ന ഒരു വരയും അതേപോലെ പി ബി എന്ന് പറയുന്ന വരയും വരച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം? എ ബി എന്ന് പറയുന്ന ഒരു ചാപം അടയാളപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെയും ചോദിക്കാം. വൃത്തത്തിലെ തന്നെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് 2 വര വരച്ച് 1/3 ഭാഗം വരുന്ന ചാപം അടയാളപ്പെടുത്താൻ കഴിയുമോ? അതാണ് ചോദ്യം. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം. അതായത് ഇപ്പൊ എ ബി എന്ന് പറയുന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതായിരിക്കുമല്ലോ. ഇതായിരിക്കും കേന്ദ്രകോൺ. അപ്പോൾ കേന്ദ്രകോൺ 120 ഡിഗ്രി ആവണമെങ്കിൽ ഈ എ പി ബി എന്ന് പറയുന്ന കോൺ എത്ര ആവണം? അങ്ങനെയും ചോദിക്കാം. അതായത് ചിത്രത്തിലെ കോൺ എത്രയായി എടുത്താലാണ് കേന്ദ്രത്തിലെ കോൺ 120 ഡിഗ്രി ആവുക? അപ്പോ നമുക്ക് ഈ പ്രവർത്തനത്തിനെ നമുക്ക് പല രീതിയിൽ നിർവചിക്കാം. കേന്ദ്രം അടയാളപ്പെടുത്താതെ നേരിട്ട് 1/3 ഭാഗം നീളമുള്ള ചാപം എങ്ങനെ അടയാളപ്പെടുത്താം? അല്ലെങ്കിൽ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്ന് 2 വര വരച്ച്
1/3 ഭാഗമുള്ള ചാപം അടയാളപ്പെടുത്താൻ കഴിയുമോ? കഴിയുമെങ്കിൽ എങ്ങനെ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ചിത്രത്തിലെ കോൺ എത്രയായി എടുത്താലാണ് കേന്ദ്രത്തിലെ കോൺ 120 ഡിഗ്രി ആവുക? അതാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ്, ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന്റെ കേന്ദ്രമാണ് O. ഇനി കേന്ദ്ര കോണ് നമുക്ക് 120 ഡിഗ്രി ഉണ്ട്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. AOB 120 ഡിഗ്രിയാണ്. നമുക്ക് എന്ത് വേണം? P എന്ന് പറയുന്ന ബിന്ദു ഈ ചാപവുമായി ഉണ്ടാക്കുന്ന കോൺ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കോൺ APB എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ വൃത്തത്തിലെ ബിന്ദുവായ Pയും വൃത്തകേന്ദ്രം Oയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ചിത്രം ഇങ്ങനെ കിട്ടും. അപ്പോൾ PO എന്ന് പറയുന്ന ഒരു വര നമ്മൾ വരച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആദ്യം നമ്മൾ വൃത്തകേന്ദ്രം O ആയിട്ട് ഒരു വൃത്തം വരച്ചു. അതിൽ നമ്മൾ 120 ഡിഗ്രിയിൽ ഒരു കേന്ദ്രകോൺ വരച്ച് AB എന്ന് പറയുന്ന ചാപം കിട്ടി. ഇനി നമ്മൾ വൃത്തത്തിൽ P എന്ന് പറയുന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്യുന്നു. ഇവിടെ എന്നിട്ട് APB എന്ന കോണ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ Pയും അതേപോലെ വൃത്തകേന്ദ്രവും തമ്മിൽ യോജിപ്പിച്ചു. ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് രണ്ട് കോണുകൾ കിട്ടും. അതായത് നമ്മുടെ APB എന്ന കോണിനെ ഇവിടെ രണ്ട് കോണായിട്ട് വിഭജിക്കും. APO എന്ന കോണും അതേപോലെ BPO എന്ന കോണും. ഓക്കെ, വൃത്തബിന്ദുവിലെ കോണിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും. അതാണ് അവിടെ വരുന്നത്. അതാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടായി ഭാഗിച്ചതിൽ APO എന്ന കോണ് X ഡിഗ്രി എന്നെടുക്കാം. ചിത്രം ശ്രദ്ധിക്കുക. APO അത് X ഡിഗ്രി എന്നും BPO Y ഡിഗ്രി എന്നെടുക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ചിത്രത്തിൽ നമുക്ക് രണ്ട് ത്രികോണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ത്രികോണങ്ങൾ? ത്രികോണം AOP അതേപോലെ ത്രികോണം BOP. രണ്ട് ത്രികോണങ്ങളുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളുടെ പ്രത്യേകത നോക്കൂ. ത്രികോണം AOPയിൽ AO എന്ന് പറയുന്ന വശവും അതേപോലെ OP എന്ന വശവും എന്താണ്? ആരങ്ങളാണ്. അതുകൊണ്ട് അവ തുല്യമായിരിക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം ത്രികോണം AOP ഒരു സമപാർശ്വ ത്രികോണമാണ്. ഈ രണ്ടും കൂട്ടി യോജിക്കുന്ന ബിന്ദു ആരാണ്? O ആണ്. സമപാർശ്വ ത്രികോണമാണ്. ഈ രണ്ട് വശങ്ങളും യോജിക്കുന്ന ബിന്ദു O ആണ്. അപ്പോൾ Oക്ക് എതിരെ കിടക്കുന്ന രണ്ട് കോണുകൾ, കോൺ Aയും ഈ കോൺ Pയും, ത്രികോണം AOPയിലെ കോൺ Pയും തുല്യമായിരിക്കും. അതേപോലെ ത്രികോണം BOP നോക്കൂ. അതിൽ OB എന്ന വശവും OP എന്ന വശവും തുല്യമാണ്. കാരണം അവ ആരങ്ങളാണ്. ഇവയുടെ കോമൺ ബിന്ദു, പൊതുവായ ബിന്ദു ആരാണ്? O ആണ്. അപ്പോൾ Oക്ക് എതിരെ കിടക്കുന്ന കോണുകളായ Pയും Bയും തുല്യമായിരിക്കും.
ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കൂ. ഇതാ കോൺ എ എക്സ് ഡിഗ്രി എന്നും കോൺ ബി വൈ ഡിഗ്രി എന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് സ്റ്റെപ്പുകൾ ഓർത്ത് വയ്ക്കുക. ത്രികോണം എ ഒ പിയിൽ ഒ എയും ഒ പിയും തുല്യമായതിനാൽ കോൺ എയും കോൺ പിയും എക്സ് ഡിഗ്രി ആയിരിക്കും. ത്രികോണം ബി ഒ പിയിൽ ഒ ബിയും ഒ പിയും തുല്യമായതിനാൽ കോൺ പിയും കോൺ ബിയും വൈ ഡിഗ്രി ആയിരിക്കും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ പി ഒ എന്ന വശമുണ്ടല്ലോ, അതിന് നമുക്ക് നീട്ടി വരച്ച് വൃത്തത്തിൽ ക്യൂ എന്ന ഒരു ബിന്ദു കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ നീട്ടി വരച്ചിട്ട് ഇവിടെ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു ബിന്ദു കൂടി മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മുടെ പുതിയ ചിത്രം. ശരിയാണല്ലോ? ഇനി ഈ ചിത്രത്തിൽ കോൺ എ ഒ ക്യു എന്നത് ത്രികോണം എ പി ഒയുടെ ഒരു പുറംകോണാണ്. ത്രികോണം എ പി ഒ എടുത്തു, അതിൽ നമ്മൾ പി ഒനെ നീട്ടി വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന കോണാണ് എ ഒ ക്യു എന്ന കോണ്. അത് ഒരു പുറംകോണാണ്. ഇനി ഈ പുറംകോണിൻ്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റ് രണ്ട് കോണുകളുടെ തുകയായിരിക്കും. ഈ പുറംകോൺ ഉണ്ടാകുന്നത് ഒ എന്ന മൂലയിലാണ്. ഒ എന്ന മൂലയിൽ ഉണ്ടാകുന്ന പുറംകോണിൻ്റെ അളവ് മറ്റ് രണ്ട് കോണുകളുടെ, ത്രികോണത്തിലെ മറ്റ് രണ്ട് കോണുകളുടെ അളവുകളുടെ തുകയായിരിക്കും. അപ്പോൾ നമുക്ക് കോൺ എ ഒ ക്യു പുറംകോണായതിനാൽ അത് 2x ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്താലോ? ഇതാ, അപ്പോൾ അത് ഞാനിവിടെ 2x ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഈ ചിത്രം വെച്ച് അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ചിത്രം തന്നെയാണ് ഇത്. ഈ ചിത്രത്തിൽ നമ്മൾ ത്രികോണം പി ഒ ബി, അതിൻ്റെ പുറംകോണാണ് ആര്? ബി ഒ ക്യു. ത്രികോണം പി ഒ ബിയിൽ ഒ മൂലയായി വരുന്ന പുറംകോണാണ് ബി ഒ ക്യു. അപ്പോൾ കോൺ ബി ഒ ക്യുവിൻ്റെ അളവ് മറ്റ് രണ്ട് കോണുകളുടെ തുകയായിരിക്കും. അതായത് y പ്ലസ് y, 2y ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കത് മാർക്ക് ചെയ്താലോ? ഇതാ, അപ്പൊ നമ്മൾ ഇവിടെ 2y ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ ഭാഗമാണ് 2y ഡിഗ്രി. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രം തന്നെ നോക്കാം. ഇവിടെ ഇത് മുതൽ ഇതുവരെ ഉള്ളതാണ്. സോറി, ഓക്കെ, ഇവിടെ എ ഒ ബി, കോൺ എ ഒ ബി ആണ് നമ്മുടെ കേന്ദ്രകോൺ. അപ്പോൾ കേന്ദ്രകോണിൻ്റെ അളവ് ഇവിടെ എത്രയാണ്? 2x ഡിഗ്രി പ്ലസ് 2y ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? കേന്ദ്രകോണ് 120 ഡിഗ്രി ആണെന്ന് അറിയാം. 1/3 ഭാഗമാണല്ലോ വേണ്ടത്. കേന്ദ്രകോൺ 120 ഡിഗ്രി ആയതിനാൽ 2x പ്ലസ് 2y എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. ഇതിൽ നിന്നും x പ്ലസ് y എന്ത് കിട്ടും?
60 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ ആണല്ലോ നമ്മുടെ കോൺ എ പി ബി അല്ലേ? കോൺ എ പി ബി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ അത് 60 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ കേന്ദ്രകോണ് സി ഡിഗ്രി എന്നെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും നമ്മുടെ കോൺ എ ബി പി. ഓക്കെ, അപ്പോൾ ആ ചിത്രം ഞാൻ ഒന്നും കൂടി വൃത്തിയായിട്ട് വരച്ചതാണ്. കേന്ദ്രകോണ് 120 ഡിഗ്രി ആവുമ്പോൾ പി എന്ന് പറയുന്ന ബിന്ദു ചാപത്തിന്റെ അഗ്രബിന്ദുക്കളുമായി ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് 60 ഡിഗ്രിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എ ക്യു ബി എന്ന ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ പി ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രി. അതായത് വൃത്തത്തിന്റെ 1/3 ഭാഗം അടയാളപ്പെടുത്താൻ വൃത്തകേന്ദ്രത്തിൽ 120 ഡിഗ്രി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് പകരം വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ക്ലിയർ ആണല്ലോ? വൃത്തത്തിന്റെ 1/3 ഭാഗം അടയാളപ്പെടുത്താൻ കേന്ദ്രത്തിൽ 120 ഡിഗ്രി അടയാളപ്പെടുത്തുന്നതിന് പകരം വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ 60 ഡിഗ്രി അടയാളപ്പെടുത്തിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു വൃത്തത്തിന്റെ 1/3 ഭാഗം അടയാളപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അതേപോലത്തെ ഒരു ചോദ്യം നോക്കൂ. ഒരു വൃത്തത്തിന്റെ 1/5 ഭാഗം അടയാളപ്പെടുത്താൻ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ വരയ്ക്കേണ്ട കോണിന്റെ അളവ് എത്രയാണെന്ന് കണക്കാക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കാര്യം നോക്കാം. 1/5 ഭാഗം വരുന്ന ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് എത്രയായിരിക്കും? ആ കേന്ദ്രകോണിന്റെ അളവ് എത്രയായിരിക്കും? 360 ഇൻറ്റു 1/5, അത് 72 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഒരു വൃത്തം വരച്ച് അതിൽ എന്ത് ചെയ്യുന്നു? 72 ഡിഗ്രിയിൽ കേന്ദ്രകോണ് വരയ്ക്കുന്നു. ഇനി ആ കേന്ദ്രകോണിന്റെ പകുതിയിലാണ് നമുക്ക് എന്ത് വേണ്ടത്? വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും കോണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും 72ന്റെ പകുതി? 36. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പ്രകാരം കേന്ദ്രകോണിന്റെ പകുതി അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ ചിത്രം ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ 1/5 ഭാഗം കിട്ടും. അപ്പോൾ 1/5 ഭാഗം കിട്ടാൻ വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ 72/2, അതായത് 36 ഡിഗ്രി കോണിൽ 36 ഡിഗ്രി അളവിൽ ഒരു കോണ് വരച്ചാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1/5 ഭാഗം വരുന്ന ചാപത്തിന് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ വരയ്ക്കേണ്ട കോണിന്റെ അളവ് 36 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? വൃത്തത്തിലെ ഏതെങ്കിലും ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കേന്ദ്രകോണിന്റെ പകുതി കോൺ കിട്ടുമോ? തെളിയിക്കുക.
വൃത്തത്തിലെ ഏതെങ്കിലും ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കേന്ദ്രകോണിന്റെ പകുതി കോൺ കിട്ടും. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് കിട്ടുമെന്നാണ് നമ്മുടെ ഉത്തരം. അപ്പം അത് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ എഴുതണം? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ചിത്രം വരയ്ക്കുക. ആ ചിത്രത്തിൽ വൃത്തകേന്ദ്രം O ഉണ്ടായിരിക്കണം, വൃത്തമുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തകേന്ദ്രം. അപ്പോൾ വൃത്തകേന്ദ്രവും ചാപവും തമ്മിലുള്ള കോണ്, കേന്ദ്രകോണ് C ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തത്തിൽ എയും ബിയും മാർക്ക് ചെയ്ത് അതിനെ ഒയുമായി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? AOB എന്ന ഒരു കോണ് കിട്ടും. അത് C ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഇനി ഇതിൻ്റെ ഭാഗമല്ലാത്ത ചാപമുണ്ടല്ലോ, അവിടെ P എന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. എന്നിട്ട് എയും പിയും അതേപോലെ ബിയും പിയും തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ P എന്ന ബിന്ദുവിൽ നിന്നും നമ്മുടെ വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ O വൃത്തകേന്ദ്രമായി വൃത്തം വരച്ചു. എന്നിട്ട് എയും ബിയും മാർക്ക് ചെയ്തു. അതിനുശേഷം AOയും OBയും വരച്ചു. പിന്നെ P എന്ന ബിന്ദു മാർക്ക് ചെയ്തിട്ട് APയും PBയും വരച്ചു. ഇനി Pയിൽ നിന്നും Oയിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പം നമുക്ക് APO എന്ന ഒരു കോണ് കിട്ടും. അത് X ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. BPO എന്നത് Y ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്, ആദ്യം ചിത്രത്തിൽ വരയ്ക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചാപത്തിന്റെ കേന്ദ്രകോൺ C ഡിഗ്രി എന്ന് എടുക്കുക. ഇനി വൃത്തകേന്ദ്രവും അതേപോലെ വൃത്തത്തിലെ ബിന്ദുവും യോജിപ്പിക്കുന്ന വര PO, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തബിന്ദുവിലെ കോണിനെ X ഡിഗ്രി Y ഡിഗ്രി എന്നിങ്ങനെ ഭാഗിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുക? വൃത്തത്തിലെ ബിന്ദുവും വൃത്തകേന്ദ്രവും തമ്മിലുള്ള വര നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചിട്ട് Q എന്ന ബിന്ദു മാർക്ക് ചെയ്യുക. ആ Q എന്ന ബിന്ദു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AOQ എന്ന് പറയുന്ന ഒരു പുറംകോണ് കിട്ടും. അത് എന്തായിരിക്കും? 2x ഡിഗ്രി ആയിരിക്കും. അതേപോലെ കോൺ BOQ 2y ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? പുറംകോണിന്റെ അളവുകളുടെ തുക മറ്റ് രണ്ട് അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ O മൂല അല്ലാത്ത O എന്ന മൂലയിലാണ് നമുക്ക് ഈ പുറംകോണ് വരുന്നത്. അതുകൊണ്ട് മറ്റ് രണ്ട് മൂലകളുടെ അകക്കോണുകളുടെ തുകയായിരിക്കും ഏത്? AOQ. ഇനി കോൺ BOQ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺ Pയും കോൺ Bയും കൂട്ടിയതായിരിക്കും. അപ്പം നമുക്കത് 2x ഡിഗ്രി 2y ഡിഗ്രി എന്ന് അടയാളപ്പെടുത്താം. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രകോണ് സ്റ്റെപ്പ് 4, കേന്ദ്രകോൺ 2x പ്ലസ് 2y ആണെന്ന് കിട്ടും. C സമം 2x പ്ലസ് 2y എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x പ്ലസ് y എന്തായിരിക്കും? C/2 എന്ന് കിട്ടും. അതായത് നമ്മുടെ വൃത്തത്തിലെ ബിന്ദു ചാപവുമായി ഉണ്ടാക്കുന്ന കോണ് കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ കാര്യങ്ങൾ ഇവിടെ സ്റ്റെപ്പായി എഴുതിയെന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പോൾ ചിത്രം വരച്ച് ഈ സ്റ്റെപ്പുകൾ എഴുതുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ 5 സാഹചര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇതിലെ ഒന്നാമത്തെ സാഹചര്യമാണ് ഇത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ വൃത്തകേന്ദ്രം O ആണ്. നമ്മുടെ ബിന്ദുവിൻ്റെ കോൺ എത്രയാണ്? APB ആണ്. അപ്പോൾ ഈ O എന്ന് പറയുന്നത് APBയുടെ ഉള്ളിലാണ്. അതാണ് ഒന്നാമത്തെ സാഹചര്യം. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് വൃത്തകേന്ദ്രം ബിന്ദുവിലെ കോണിൻ്റെ അകത്താണ്. ഓക്കെ, അതാണ് സാഹചര്യം 1. അപ്പോൾ സാഹചര്യം 1-ൽ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും വൃത്തത്തിലെ ബിന്ദുവിൻ്റെ കോണിൻ്റെ അളവ്. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തു? തെളിയിച്ചു. ഇനി നമ്മൾ അടുത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതിലേക്ക് പോയാലോ? ഇതാണ് രണ്ടാം സാഹചര്യം അല്ലെങ്കിൽ രണ്ടാമത്തെ കേസിനുള്ള ചോദ്യം. വൃത്തത്തിലെ ബിന്ദു ചാപത്തിൻ്റെ ഒരറ്റത്തിലൂടെ വരയ്ക്കുന്ന വ്യാസം വൃത്തവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. ഈ ബിന്ദുവിൽ ചാപമുണ്ടാക്കുന്ന കോൺ x° എന്നെടുത്താൽ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? ബിന്ദുവിൽ ചാപമുണ്ടാക്കുന്ന കോൺ x° ആണെങ്കിൽ ചാപത്തിൻ്റെ കേന്ദ്രകോണ് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, 2x° ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചാപത്തിൻ്റെ കേന്ദ്രകോണ് C° ആണെന്ന് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം എടുക്കാം. അപ്പോൾ നമ്മൾ O വൃത്തകേന്ദ്രമായി വൃത്തം വരയ്ക്കുന്നു. എന്നിട്ട് AB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ AOB മാർക്ക് ചെയ്യുന്നു. ഇനി എന്താണ്? P എന്ന് പറയുന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്യുന്നു. AP അതേപോലെ PB എന്നിവ മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു വശം ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ചാപത്തിൻ്റെ ഒരറ്റത്തിലൂടെ വരയ്ക്കുന്ന വ്യാസം. അപ്പം ഞാൻ എയിലൂടെ ഒരു വ്യാസം വരയ്ക്കുകയാണ്. വ്യാസം എപ്പോഴും എന്തായിരിക്കും? വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും. അപ്പോൾ എന്താണ്? വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ആ കടന്നു പോകുമ്പോൾ അത് വൃത്തത്തിൽ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതാണ് നമ്മുടെ ബിന്ദു. അപ്പോൾ ചാപത്തിൻ്റെ ഒരറ്റത്തിലൂടെ വരയ്ക്കുന്ന വ്യാസം വൃത്തവുമായി കൂട്ടിമുട്ടുന്നതാണ് നമ്മുടെ ബിന്ദു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് വേണം എന്ത്? ബിയിൽ P എന്ന ബിന്ദു മാർക്ക് ചെയ്ത് അവിടുന്ന് വേണം ബിയിലേക്ക് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ AOP വരച്ചു, അതിനുശേഷം PB വരച്ചു. ഇത്രയാണ് തുടക്കത്തിൽ വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? കോൺ P x° ആണെന്നും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ ചിത്രത്തിൽ നമുക്ക് ഇവിടെ ത്രികോണം POB നോക്കുക. ത്രികോണം POB നോക്കിക്കഴിഞ്ഞാൽ അതിൽ OPയും അതേപോലെ തന്നെ OBയും ആരങ്ങളാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമായതിനാൽ ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഇതിൻ്റെ OPയും OBയും അതിന് പൊതുവായ ബിന്ദു ഏതാണ്? O ആണ്. അപ്പോൾ Oക്ക് എതിരെയുള്ള രണ്ട് കോണുകൾ കോൺ Pയും കോൺ Bയും തുല്യമായിരിക്കും. കോൺ P x° എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കോൺ Bയും x° ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ,
ഇനി പി ഒ എന്ന് പറയുന്ന വശത്തിന്റെ പുറംകോണാണ് ഏത്? കോൺ എ ഒ ബി. കോൺ എ ഒ ബി ത്രികോണം പി ഒ ബിയിൽ എന്താണ്? പി ഒ എന്ന് പറയുന്ന വശത്തിന്റെ പുറംകോണാണ്. അതായത് ഒ എന്ന് പറയുന്ന മൂലയിൽ വരുന്ന പുറംകോണാണ് എ ഒ ബി. അപ്പോൾ എന്തായിരിക്കും? ഈ പുറംകോണിന്റെ തുക മറ്റ് രണ്ട് അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി. അപ്പോൾ കോൺ എ ഒ ബി 2x ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? കേന്ദ്രകോണിന്റെ അളവ് 2x ഡിഗ്രിയാണ്, ബിന്ദുവിന്റെ കോണ് x ഡിഗ്രിയാണ്. അതിന്റെ അർത്ഥം ചാപത്തിന്റെ കേന്ദ്രകോണ് ബിന്ദുവിന്റെ കോണിന്റെ ഇരട്ടിയായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതിന്റെ പ്രൂഫ് ഒന്നും കൂടി നോക്കൂ. ഇതാ. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നമ്മൾ ചാപത്തിന്റെ കേന്ദ്രകോണ് സി ഡിഗ്രി എടുക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്? ത്രികോണം പി ഒ ബിയിൽ ഒ ബി ഒ പി എന്നീ രണ്ട് വശങ്ങൾ തുല്യമായതിനാൽ കോൺ പിയും കോൺ ബിയും എക്സ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി എന്താണ്? കോൺ എ ഒ ബി പുറംകോണായതിനാൽ അത് 2x ഡിഗ്രി ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് എന്താണ്? ചാപത്തിന്റെ കേന്ദ്രകോൺ 2x ഡിഗ്രി ആണെന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ നിഗമനം എന്താണ്? ഇതാണ് നിഗമനം. വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ആ ചാപത്തിലല്ലാത്ത ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ എ പി ബി ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ വൃത്തത്തിന്റെ കേന്ദ്രം നമ്മുടെ എ പി ബി എന്ന കോണിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വൃത്തകേന്ദ്രം ബിന്ദുവിന്റെ കോണിന്റെ ഭാഗമായി വരുന്നു. അതാണ് രണ്ടാമത്തെ സാഹചര്യം. ഇനി നമുക്ക് മൂന്നാമത്തെ സാഹചര്യം നോക്കിയാലോ? മൂന്നാമത്തെ സാഹചര്യത്തിലേക്ക് പോവാം. അതിന്റെ ചോദ്യം നോക്കൂ. ഈ ചിത്രത്തിൽ കേന്ദ്രകോണിന്റെ അളവ് സി ഡിഗ്രി ആയാൽ വൃത്തത്തിലെ പി ബിന്ദു എ ബി ചാപവുമായി ഉണ്ടാക്കുന്ന കോൺ എത്ര? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വൃത്തകേന്ദ്രം ഒ ഇവിടെ ഉണ്ട്, പിന്നെ വൃത്തബിന്ദു പി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വൃത്തകേന്ദ്രം ഈ കോണിന്റെ പുറത്താണ്. അതാണ് മൂന്നാമത്തെ സാഹചര്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഈ ചിത്രത്തിൽ ആദ്യം തന്നെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് ത്രികോണം വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ബിന്ദുവും വൃത്തകേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഒ പി വരയ്ക്കുക. ഒ പി വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ എടുക്കാം. ത്രികോണം ഒ പി ബിയും അതേപോലെ ത്രികോണം എ ഒ പി. ഓക്കെ, ഈ രണ്ട് ത്രികോണങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ആദ്യം നമ്മൾ ത്രികോണം എ ഒ പി ആണ് എടുക്കുന്നത്.
ത്രികോണം AOPയിൽ OA OP ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് നമ്മുടെ O എന്ന ബിന്ദുവിൻ്റെ എതിരെ കിടക്കുന്ന രണ്ട് കോണുകളായ കോൺ എയും കോൺ പിയും തുല്യമായിരിക്കും. അത് എക്സ് ആണെന്ന് എടുക്കാം. ഓക്കെ, അതാണ് എക്സ് എന്ന് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് അടുത്തതായി രണ്ടാമത്തെ ത്രികോണം OPB നോക്കിയാലോ. ഇതാ ത്രികോണം OPBയിൽ OPയും അതേപോലെ OBയും എന്താണ്? ആരങ്ങളാണ്, തുല്യമാണ്. അതുകൊണ്ട് ഓക്ക് എതിരെ കടക്കുന്ന രണ്ട് കോണുകളായ കോൺ പി, ഇത് മൊത്തമാണ് കോൺ പി, കോൺ ബി, ഇവ തുല്യമായിരിക്കും. അത് y ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് പകരം ഈ സ്റ്റെപ്പുകളാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സമയം പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ത്രികോണം AOPയിൽ കോൺ എ എക്സ് ഡിഗ്രി എന്നും കോൺ ബി എക്സ് ഡിഗ്രി എന്നും കിട്ടി. ത്രികോണം BOPയിൽ കോൺ ബി കോൺ പി ഇവ y ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ രണ്ടിലും പൊതുവായ വശമാണല്ലോ OP അല്ലെങ്കിൽ PO. ഇനി PO എന്ന് പറയുന്ന പൊതുവായ വശത്തെ നമുക്ക് നീട്ടി വരച്ച് Q മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ്? ത്രികോണം AOP എടുക്കുക. അപ്പോൾ ത്രികോണം AOPയിൽ O എന്ന ബിന്ദുവിൻ്റെ പുറംകോണാണ് കോൺ AOQ. കോൺ AOQ എന്താണ്? ത്രികോണം AOPയിൽ ഓയുടെ പുറംകോണാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കോൺ AOQവിൻ്റെ അളവ്? അതെന്ന് പറയുമ്പോൾ ത്രികോണത്തിലെ മറ്റ് രണ്ട് അകക്കോണുകളുടെ തുകയായിരിക്കും. അതായത് എക്സ് പ്ലസ് എക്സ് 2x ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ത്രികോണം നോക്കൂ. മറ്റേ ത്രികോണത്തിൽ ത്രികോണം BOP. ഈ ത്രികോണം BOPയിൽ നമ്മൾ എന്താണ്? O എന്ന് പറയുന്ന മൂലയുടെ പുറംകോണാണ് ആര്? ക്യൂവിൽ നിന്നും ഓയിലേക്ക് എത്തി, ഓയിൽ നിന്നും ബിയിലേക്ക് വന്നു. അതായത് BOQ. ഓക്കെ, അപ്പോൾ BOQ ആണ് ഇവിടെ എന്ത്? പുറംകോണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ BOQവിൻ്റെ അളവ് എന്തായിരിക്കും? BOQവിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഈ ത്രികോണത്തിലെ മറ്റ് രണ്ട് അകക്കോണ്, അതായത് y പ്ലസ് y, അതായത് 2y ആയിരിക്കും. അതാണ് ഈ ചിത്രത്തിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന BOQവിൻ്റെ അളവ് 2y ഡിഗ്രി. ക്ലിയർ അല്ലേ? ത്രികോണം AOP എടുത്താൽ നമുക്ക് AOQ 2x ഡിഗ്രി എന്നും ത്രികോണം BOP എടുത്താൽ കോൺ BOQവിൻ്റെ അളവ് 2y ഡിഗ്രി എന്നും കിട്ടും. ആലോചിച്ച് നോക്കാം. ഇനി നമ്മുടെ കേന്ദ്രകോണ് ശരിക്കും എന്താണ്? ഈ കേന്ദ്രകോൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എയിൽ നിന്നും ഓയിലേക്ക്, ഓയിൽ നിന്നും ബിയിലേക്ക്. നമുക്ക് ഇതാണല്ലോ വേണ്ടത്. ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ഭാഗം നമുക്കറിയാം. ഇത്രയും ഭാഗം
എത്രയാണ്? 2y ആണ്. ഈ ഭാഗം 2y ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഭാഗം ഈ ചെറിയ ഭാഗം 2x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൊത്തം ഭാഗം 2y, അതിൽ നിന്നും ഈ ചെറിയ ഭാഗം 2x കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രകോണ് കിട്ടും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2y മൈനസ് 2x. ഓക്കെ, ഇനി ആ ചിത്രത്തിൽ ഒരു കാര്യം കൂടി നോക്കൂ. ഇവിടെ നമുക്ക് ഇത് മൊത്തമാണ് y. ഇത് മൊത്തമാണ് y. അതിൽ നിന്നും നമ്മൾ OPA എന്ന് പറയുന്നത് x ആണ്. അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ y മൈനസ് x എന്ന് കിട്ടും. നോക്കൂ, അല്ലേ? അപ്പോൾ കേന്ദ്രകോണ് 2y മൈനസ് x എന്ന് കിട്ടി. P എന്ന ബിന്ദു നമ്മുടെ അഗ്രബിന്ദുക്കളായിട്ടുള്ള എയും ബിയുമായി ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് y മൈനസ് x എന്ന് കിട്ടി. ഇനി 2y മൈനസ് 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു y മൈനസ് x അല്ലേ? അപ്പോൾ എന്താണ്? കേന്ദ്രകോണ് P എന്ന ബിന്ദുവിന്റെ കോണിന്റെ ഇരട്ടിയാണ്. കേന്ദ്രകോൺ C ഡിഗ്രി ആയാൽ കോൺ APB അര C ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ നിഗമനം എന്താണ്? മൂന്നാമത്തെ സാഹചര്യത്തിലും നമ്മുടെ നിഗമനം വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ആ ചാപത്തിൽ അല്ലാത്ത ഒരു ബിന്ദു യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. AB എന്ന ചാപത്തിന്റെ അറ്റങ്ങളായ എയും ബിയും P എന്ന് പറയുന്ന ചാപത്തിലല്ലാത്ത ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചുണ്ടാകുന്ന കോണ് APB അര C ഡിഗ്രിയാണ്. അത് ചാപത്തിന്റെ കേന്ദ്രകോണായ സിയുടെ പകുതിയാണ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സാഹചര്യം. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ എന്താണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എഴുതേണ്ട ഉത്തരം. അത് ശ്രദ്ധിക്കുക. ഇത് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ കാണുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സാഹചര്യം നോക്കാം. ഈ ആദ്യത്തെ 3 സാഹചര്യങ്ങളിലും നമ്മുടെ ചാപം AB എന്തായിരുന്നു? ചാപം AB എടുക്കുന്ന സമയത്ത് അത് ചെറിയ ചാപമായിരുന്നു. അതായത് കേന്ദ്രകോണിന്റെ അളവ് 180നേക്കാൾ കുറവായിരുന്നു. കേന്ദ്രകോൺ 180നേക്കാൾ കുറവ്. ഒന്നാമത്തേതിൽ നമ്മൾ വൃത്തകേന്ദ്രം അകത്ത്, രണ്ടാമത്തേതിൽ വൃത്തകേന്ദ്രം കൂടെ, മൂന്നാമത്തേത് വൃത്തകേന്ദ്രം പുറത്ത്. ഇങ്ങനെ 3 സാഹചര്യങ്ങളാണ് എടുത്തത്. ഇനി നാലാമത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കേന്ദ്രകോണ് വലുതാണെന്ന് വിചാരിക്കാം. അതായത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. ബൃഹത് കോണാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് നാലാമത്തെ സാഹചര്യം. അതിൽ എങ്ങനെയാണ്? ചോദ്യം നോക്കൂ. കേന്ദ്രകോണിന്റെ അളവ് 180 ഡിഗ്രിയിൽ കൂടുതലായാൽ വൃത്തത്തിലെ ബിന്ദു ചാപവുമായി ഉണ്ടാക്കുന്ന കോൺ എത്ര? അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചിത്രം വേണം. ആ ചിത്രത്തിൽ O വൃത്തകേന്ദ്രം,
എന്നിട്ട് നമ്മൾ എന്താണ് എയും ബിയും മാർക്ക് ചെയ്തു. ഇവിടെ വലിയ ചാപാണ് നമ്മൾ എടുക്കുന്നത്. അത് കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്നത് കേന്ദ്രകോണ് സി ഡിഗ്രി ആണെന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ ചാപത്തിന്റെ ഭാഗമല്ലാത്ത ചാപത്തിൽ പി എന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനെ എയുമായി യോജിപ്പിക്കുക, ബിയുമായി യോജിപ്പിക്കുക. അപ്പൊ നമുക്കൊരു കോണ് കിട്ടുന്നുണ്ട്, എ പി ബി, കോൺ പി. ആ കോൺ പി എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പിയും ഒയും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോ പി ഒ വരയ്ക്കുക. പി ഒ വരച്ചു. പി ഒ വരച്ചാൽ ഇവിടെ നമുക്ക് രണ്ട് എന്ത് കിട്ടും? സമപാർശ്വ ത്രികോണങ്ങൾ കിട്ടും. ഓക്കെ, നമുക്ക് രണ്ട് സമപാർശ്വ ത്രികോണങ്ങൾ കിട്ടും. ഏതൊക്കെയാണ്? ത്രികോണം എ പി ഒ, അതേപോലെ ത്രികോണം ബി പി ഒ. ത്രികോണം എ പി ഒയിൽ ഒ എയും ഒ പിയും തുല്യമാണ്. അവയുടെ പൊതുബിന്ദു ഒ ആണ്. അപ്പോൾ ഒക്ക് എതിരെ കിടക്കുന്ന കോൺ എയും കോൺ പിയും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കോൺ എയും കോൺ പിയും തുല്യമായിരിക്കും. അത് എക്സ് ഡിഗ്രി എന്നെടുക്കാം. ത്രികോണം ബി പി ഒയിൽ പി ഒയും ബി ഒയും തുല്യമായിരിക്കും. ആരങ്ങളാണ്. ഇവയുടെ പൊതുബിന്ദു ഒ ആണ്. ഒക്ക് എതിരെ കിടക്കുന്ന കോണുകളായ കോൺ പിയും കോൺ ബിയും തുല്യമായിരിക്കും. അത് വൈ ഡിഗ്രി എന്നെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റുന്നത്. ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യണം? പി ഒ എന്ന വരയെ നീട്ടി വരച്ച് എന്ത് ചെയ്യണം? വൃത്തത്തിൽ Q എന്ന ബിന്ദു മാർക്ക് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ മാർക്ക് ചെയ്തില്ലേ? ഓക്കെ, ഇനി ത്രികോണം എ പി ഒയിൽ ഒയുടെ പുറംകോണാണ് കോൺ എ ഒ ക്യു. അത് എക്സ് പ്ലസ് എക്സ് 2x ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അതേപോലെ ത്രികോണം ബി പി ഒയിൽ ഒയുടെ പുറംകോണാണ് കോൺ ബി ഒ ക്യു. അതെത്രയായിരിക്കും? 2y ഡിഗ്രി ആയിരിക്കും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേന്ദ്രകോൺ എത്രയായിരിക്കും? കേന്ദ്രകോണ് 2x പ്ലസ് 2y ആണ്. കേന്ദ്രകോണ് 2x പ്ലസ് 2y ആണ്. അതേപോലെ കോൺ പി എന്താണ്? കോൺ പി എന്ന് പറയുമ്പോൾ എന്താ? മൊത്തം കൂട്ടിയതാണല്ലോ. എക്സും വൈയും കൂട്ടിയതാണ്. എക്സ് പ്ലസ് വൈ ആണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രകോണിന്റെ പകുതിയാണ് വൃത്തബിന്ദുവിലെ കോൺ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ കേന്ദ്രകോൺ സി ഡിഗ്രി ആണെങ്കിൽ വൃത്തബിന്ദുവിലെ കോണ് c/2 ആയിരിക്കും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 6 സ്റ്റെപ്പായി എഴുതിയാൽ ഉത്തരമായി. അപ്പൊ നമ്മുടെ അവസാനത്തെ നിഗമനം എന്താണ്? നിഗമനം വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ
എ ബി വൃത്തത്തിലെ ആ ചാപത്തിലല്ലാത്ത ഒരു ബിന്ദു പിയുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ എ പി ബി ചാപത്തിന്റെ കേന്ദ്രകോണായ എ ഒ ബിയുടെ പകുതിയാണ്. ഒന്നുകൂടി പറയാം. വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ ആ ചാപത്തിൽ അല്ലാത്ത ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചുണ്ടാകുന്ന കോൺ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. ഇത് നമ്മുടെ നാലാമത്തെ സാഹചര്യം, നാലാമത്തെ കേസിനും ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെയും അവസാനത്തെയും സാഹചര്യം നോക്കിയാലോ. ഇപ്പൊ 180 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള മൂന്ന് സാഹചര്യങ്ങൾ നോക്കി, 180 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ 3 സാഹചര്യങ്ങൾ നോക്കി. 180 ഡിഗ്രിയേക്കാൾ കൂടിയിട്ടുള്ള അത് ഒരേ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ, അത് നമ്മൾ നോക്കി. ഇനി ഒരെണ്ണമാണ് ബാക്കിയുള്ളത്. കേന്ദ്രകോണ് 180 ഡിഗ്രി തന്നെ ആവും. അതാണ് അഞ്ചാമത്തെ കേസ് അല്ലെങ്കിൽ അഞ്ചാമത്തെ സാഹചര്യം. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ സാഹചര്യത്തിന് ഉചിതമായ ചോദ്യം എന്താണ്? കേന്ദ്രകോണിന്റെ അളവ് 180 ഡിഗ്രി അല്ലെങ്കിൽ ചാപം അർദ്ധവൃത്തം ആയാൽ വൃത്തത്തിലെ ബിന്ദു ചാപവുമായി ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കൂ, ഓ വൃത്തകേന്ദ്രമായി ഒരു വൃത്തം വരയ്ക്കുന്നു. അതിലെ വ്യാസമാണ് ആര്? എ ബി. എയും ബിയുമാണ് നമ്മുടെ ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ. അപ്പോൾ ഇതിന്റെ ഈ ഭാഗം അർദ്ധവൃത്തമാണ്, മറ്റേ ഭാഗവും അർദ്ധവൃത്തമാണ്. ഇനി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു അർദ്ധവൃത്തത്തിൽ പി എന്ന ബിന്ദു മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്താണ്? എ പി ബി എന്ന ഒരു കോണാണ് കിട്ടുന്നത്. അതിൻ്റെ അളവ് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് എളുപ്പമാണ്. അപ്പം നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അപ്പം ഇതുവരെയുള്ളത് എന്താണ്? ഓ വൃത്തകേന്ദ്രമായി ഒരു വൃത്തം വരയ്ക്കുന്നു. എ ബി എന്ന് പറയുന്ന വ്യാസം എടുക്കുന്നു. എയും ബിയും അഗ്രബിന്ദുക്കളായിട്ടുള്ള അർദ്ധവൃത്തമാണ് ചാപം. ഇനി എന്താണ്? പി എന്ന ബിന്ദു അർദ്ധവൃത്തത്തിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എ പിയും പി ബിയും യോജിപ്പിക്കുക. അപ്പോൾ കോൺ പി കിട്ടും. ആ കോൺ പിയുടെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അത്ര എഴുതി വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? നമ്മൾ പിനെ ഒയുമായി യോജിപ്പിക്കുക. അപ്പോൾ പി ഒ വരയ്ക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ പി ഒ വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ചിത്രം ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ സ്റ്റെപ്പ് പി ഒ വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ചിത്രത്തിൽ പി ഒ വരയ്ക്കുക. പി ഒ വരച്ചാൽ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടും. ത്രികോണം എ ഒ പി, അതേപോലെ ത്രികോണം ബി ഒ പി. ഓക്കെ, രണ്ട് ത്രികോണങ്ങളും എന്താണ്? സമപാർശ്വ ത്രികോണങ്ങളാണ്. എ ഒ പി സമപാർശ്വ ത്രികോണമാവാനുള്ള കാരണം എന്താണ്? പി ഒയും എ ഒയും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? ഇവരുടെ പൊതുബിന്ദു ഒ ആണ്. അത് അല്ലാത്ത രണ്ട് കോണുകൾ, കോൺ പിയും കോൺ എയും തുല്യമായിരിക്കും. അത് എക്സ് ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ, ഇനി ത്രികോണം ബി ഒ പിയിൽ ഒ പിയും ഒ ബിയും ആരങ്ങളാണ്. അവ തുല്യമാണ്. ഇവയുടെ പൊതുബിന്ദു ഒ ആണ്. അതുകൊണ്ട് നമ്മുടെ എതിരെ കിടക്കുന്ന രണ്ട് കോണുകൾ കോൺ ബിയും കോൺ പിയും തുല്യമായിരിക്കും. അത് y ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആ ചിത്രം വെച്ച് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഒന്ന് ചിത്രം നോക്കൂ, ശരിയല്ലേ എന്ന്.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിൽ വലിയ ത്രികോണമായ APB എടുക്കുക. അപ്പോൾ ത്രികോണം APB പരിഗണിക്കുക. അപ്പോൾ APB പരിഗണിച്ചാൽ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C അല്ല, കോൺ P ആണ് വേണ്ടത് കേട്ടോ. കോൺ P 180 ഡിഗ്രി എന്ന് കിട്ടും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? കോൺ A x ആണ്, കോൺ B y ആണ്, കോൺ P x പ്ലസ് y ആണ്. അപ്പോൾ x പ്ലസ് y 180 എന്ന് കിട്ടും. ഇനി എന്താ? 2x പ്ലസ് 2y 180. അപ്പോൾ x പ്ലസ് y എത്രയായിരിക്കും? 90. ഈ x പ്ലസ് y 90 എന്ന് പറയുന്നതല്ലേ നമ്മുടെ കോൺ P എന്ന് പറയുന്നത്? അതായത് കോൺ APB 90 ഡിഗ്രി എന്ന് കിട്ടും. കേന്ദ്രകോണ് 180 ഡിഗ്രി നമുക്കറിയാം. അപ്പോൾ വൃത്തബിന്ദുവിലെ കോണ് എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, ഇതിലെ വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർദ്ധവൃത്തത്തിലെ ഏതൊരു ബിന്ദു എടുത്തിട്ട് നമ്മുടെ ചാപത്തിന്റെ അഗ്രബിന്ദുക്കളുമായി വരച്ചാൽ കിട്ടുന്ന കോണ് മട്ടകോൺ, അതായത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അർദ്ധവൃത്തത്തിലെ ഏതൊരു ബിന്ദു, ഇവിടുത്തെ ഒരു ബിന്ദു എടുക്കുക, അത് A ആയിട്ടും B ആയിട്ടും വരയ്ക്കുന്നു. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, മറ്റേ സൈഡിലാണെങ്കിലും അത് തന്നെ വരിക. അപ്പോൾ ഈ സൈഡിൽ എടുത്ത് വരച്ചു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വേറൊരു ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. അതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ കേസിൽ നിന്നും നമുക്ക് കിട്ടിയ നിഗമനം എന്താണ്? അർദ്ധവൃത്തത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദു ചാപത്തിന്റെ അഗ്രബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണ് മട്ടകോണായിരിക്കും. അതാണ് ആ ചിത്രം കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും നമ്മുടെ ബിന്ദുവിന്റെ കോൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലുമുള്ള നിഗമനം ഒന്നുകൂടി നോക്കൂ. വൃത്തത്തിലെ ഒരു ചാപത്തിന്റെ അറ്റങ്ങൾ AB, വൃത്തത്തിലെ ആ ചാപത്തിൽ അല്ലാത്ത ഒരു ബിന്ദു Pയുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ ചാപത്തിന്റെ കേന്ദ്രകോൺ, അതിന്റെ പകുതിയായിരിക്കും. ഇവിടെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ AOB ആണ്, അത് 180 ഡിഗ്രിയാണ്. ഇവിടെ വൃത്തബിന്ദുവിന്റെ കോൺ എന്ന് പറഞ്ഞാൽ APB ആണ്, അത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അർദ്ധവൃത്തമാവുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. അതെന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അർദ്ധവൃത്തത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോൺ മട്ടക്കോണാണ്, അതായത് മട്ടമാണ്. ഓക്കെ, അപ്പോൾ അർദ്ധവൃത്തമാണ് നമ്മളെ ചാപമായിട്ട് വരുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇവയെ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവായി യോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിഗമനമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വളയത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് വൃത്തകേന്ദ്രം ഇല്ലാതെ എങ്ങനെ മുറിച്ചെടുക്കാം, അതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആദ്യം നമ്മൾ വൃത്തത്തിൻ്റെ എന്താണ് ആ ചാപത്തിന് ആവശ്യമായിട്ടുള്ള കേന്ദ്രകോണിൻ്റെ അളവ് കണ്ടുപിടിച്ചു. ആ അളവിൻ്റെ പകുതി വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം?
വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിന്നും അതിൻ്റെ പകുതി വരുന്ന ഒരു കോണ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് കിട്ടും? നമുക്ക് ആവശ്യമായ ഭാഗം വരുന്ന ചാപം കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രവർത്തനം 2-ലെ 5 സാഹചര്യങ്ങൾ, അതായത് കേസസ് ആണ് പരിഗണിച്ചത്. ആ ഓരോന്നും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഇതായിരുന്നു ഒന്നാമത്തെ സാഹചര്യം. ഒന്നാമത്തെ സാഹചര്യത്തിൽ നമ്മുടെ വൃത്തകേന്ദ്രം എന്താണ്? നമ്മുടെ കോണിൻ്റെ അകത്താണ്. അതാണ് ഒന്നാമത്തെ സാഹചര്യം. വൃത്തകേന്ദ്രം കോണിന് ഉള്ളിലാണ്. രണ്ടാമത്തെ സാഹചര്യം എന്തായിരുന്നു? ഇതാ, ഇവിടെയാണ് നമ്മുടെ വൃത്തകേന്ദ്രം വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ കോണിൻ്റെ ഭാഗമാണ് വൃത്തകേന്ദ്രം. അതായത് കോണിൻ്റെ വശം കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. മൂന്നാമത്തെ സാഹചര്യം എന്തായിരുന്നു? മൂന്നാമത്തെ സാഹചര്യത്തിൽ ഇതാണ് നമ്മുടെ വൃത്തത്തിൻ്റെ കേന്ദ്രം. ഓക്കെ. ബിന്ദു ഏതാണ്? ഇതാണ് നമ്മുടെ ബിന്ദു. ഇതാണ് നമ്മുടെ കോണ്. അപ്പോൾ വൃത്തകേന്ദ്രം കോണിന് പുറത്താണ്. ഈ 3 സാഹചര്യങ്ങളിലും നമ്മുടെ ചാപം ചെറിയ ചാപമാണ്. അതായത് വൃത്തകേന്ദ്രം 180 ഡിഗ്രിക്ക് താഴെയാണ്. ഓക്കെ. ഇനി നാലാമത്തെ സാഹചര്യം എന്തായിരുന്നു? നാലാമത്തെ സാഹചര്യത്തിൽ നമുക്ക് കേന്ദ്രകോണ് ബൃഹത് കോണാണ്. ഓക്കെ. അതായത് 180 ഡിഗ്രിയിൽ കൂടുതലുള്ള കേന്ദ്രകോണാണ് നമ്മൾ എടുക്കുന്നത്. 180 ഡിഗ്രിയേക്കാൾ കൂടുതലായി വരുന്ന കോൺ. അതാണ് നാലാമത്തെ സാഹചര്യം. അഞ്ചാമത്തെ സാഹചര്യത്തിൽ എന്താണ്? കേന്ദ്രകോണ് 180 ഡിഗ്രി. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അർദ്ധവൃത്തമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപം അർദ്ധവൃത്തമാണ്. അതാണ് അഞ്ചാമത്തെ സാഹചര്യം. ഈ 5 സാഹചര്യങ്ങളിലും കേന്ദ്രകോണിൻ്റെ പകുതിയാണ് വൃത്തബിന്ദുവിലെ കോണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇത് പറയുന്ന സമയത്ത് എന്താണ്? ഒരു ചാപമുണ്ട്, AB എന്ന ചാപമുണ്ട്. ഇനി ഈ ചാപത്തിൽ അല്ലാത്ത ഒരു ബിന്ദുവാണ് ആര്? P എന്ന് പറയുന്നത്. ഓക്കെ. അത് ശ്രദ്ധിക്കുക. ഏതിലെ? അർദ്ധവൃത്തത്തിൽ മാത്രം. അഞ്ചാമത്തെ കേസിൽ മാത്രം പ്രശ്നമില്ല. ബാക്കി എല്ലാ കേസുകളിലും എന്താണ്? P എന്ന ബിന്ദു നമ്മുടെ ചാപത്തിൻ്റെ പുറത്തായിരിക്കണം. ചാപത്തിൻ്റെ പുറത്തായിരിക്കണം. അർദ്ധവൃത്തത്തിൻ്റെ കേസാവുന്ന സമയത്ത് കുഴപ്പമില്ല, കാരണം രണ്ടും ഒരേപോലെ ആയതുകൊണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. എന്താണ്? കേന്ദ്രകോണും ബിന്ദുവിലെ കോണും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഓർത്തു വയ്ക്കുക. ഇതിൽ നിന്നും എന്തായാലും നമുക്ക് ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കുറവുകൾ, അതായത് കുറവുകൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയാണ് കുറവുകൾ, എന്താണ് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ എഴുതുക. അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.